തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. വേദനകളിലും ദുഃഖങ്ങളിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയ ദൈവമക്കളെ, അസാധാരണമായ സഹനത്തിലും ദൈവത്തോട് ചേർന്ന് നിന്ന അനേകം ജീവിതങ്ങൾ നമ്മയൊക്കെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഭർത്താവ് മരിച്ച ഒരു ഭാര്യയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുപ്രായത്തിലെ തന്നെ ഭർത്താവിന് ക്യാൻസർ വന്ന് ഭർത്താവ് മരിച്ചുപോയി. വളരെയേറെ വേദനയോടുകൂടി ആ മകൾ പ്രാർത്ഥിച്ചിരുന്നു, കർത്താവേ, എൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ മാറ്റിത്തരണേ. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ഭർത്താവ് മരിച്ചു. അങ്ങനെ ഈ മകൾക്ക് 2 കൊച്ചുമക്കളുണ്ട്. ആ മക്കളെ നോക്കിക്കൊണ്ട് ഈ ചെറുപ്പക്കാരിയായ ഭാര്യ ജീവിക്കുമ്പോൾ അനേകം പേര് പറഞ്ഞു, രണ്ടാമത് വിവാഹം ചെയ്യും. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവൊത്തുള്ള 7 വർഷക്കാലത്തെ ജീവിതത്തിൻ്റെ അനുഭവം മതി എനിക്ക് ശിഷ്ടകാലം ജീവിക്കാൻ, എൻ്റെ മക്കളെ നോക്കി ജീവിക്കാൻ. അങ്ങനെ ആ മകള് ജീവിക്കുമ്പോൾ അനേകം പേരുടെ സമ്മർദ്ദം ഉണ്ടായി. ഒരച്ഛൻ ഈ മകളുടെ ആത്മീയ പിതാവ് ചോദിച്ചു, മകളെ, നിനക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇവൾ പറയാണ്, അവളുടെ ഭർത്താവിൻ്റെ മരണത്തിൽ വേദനിക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ അവൾ പറയാണ്, ഭർത്താവ് അമേരിക്കയിൽ പോയാൽ ഭാര്യയ്ക്ക് ദുഃഖം ഉണ്ടാകുക വെച്ചാ. വലിയൊരു ചോദ്യമായിരുന്നു അത്. ഒരു ഭർത്താവ് അമേരിക്കയിൽ പോയാൽ ഭാര്യയ്ക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല. അവൾ പറയാണ്, എൻ്റെ അച്ഛ, എൻ്റെ ഭർത്താവ് സ്വർഗത്തിലാണ് പോയിരിക്കുന്നത്. കാരണമുണ്ട്. ഇവൾ പ്രാർത്ഥിച്ചു, ഈ ഭർത്താവ് പ്രാർത്ഥിച്ചു, നന്നായിട്ട് ഒരുങ്ങി വിശുദ്ധീകരിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അവളുടെ മൂത്ത മകൻ ഈ അപ്പച്ചൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് നല്ല ഒരുക്കത്തോടെ ഭർത്താവ് മരിക്കുന്നത്. അവൾക്കുറപ്പാ എൻ്റെ ഭർത്താവ് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ പോയിരിക്കുന്ന ഭർത്താവിനെ ഓർത്ത്, അമേരിക്കയിൽ പോയിരിക്കുന്ന ഭർത്താവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഭാര്യയെപ്പോലെ സ്വർഗത്തിൽ പോയിരിക്കുന്ന ഭർത്താവിനെ ഓർത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാര്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ ഒരു തകർച്ചയോർത്ത്, ഒരു നഷ്ടത്തെയോർത്ത് നമ്മളാരും നിരാശപ്പെടുകയില്ല. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം, ദൈവത്തിൻ്റെ പദ്ധതി, ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ ഏത് അവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പരാതിയില്ലാതെ പരിഭവമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു വലിയ കൃപയാണ്. അസാധാരണമായ സഹനങ്ങളെ കൃപയാക്കി മാറ്റി അനുഗ്രഹമാക്കി മാറ്റി ജീവിക്കുന്ന ഈ ജീവിതത്തിൻ്റെ കരുത്തും അഭിഷേകവും നമുക്കും ലഭിക്കണം ഈ കാലഘട്ടത്തിൽ, ജീവിതത്തിൽ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.